ആവശ്യമായ വിഷയങ്ങളെല്ലാം അൽഹംദുലില്ലാ മഹാനായ ശൈഖുന ഉസ്താദ് അവറുകളും സയ്യിദ് അവറുകളും എല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഭംഗിയായി ഈ പരിപാടി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. നേരത്തെ പഴയ കാലങ്ങളിൽ ഈ മൗലിദും പരിപാടിയൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള മുസ്ലിംമാരുടെ ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ശൈഖുന ഉസ്താദ് അവറുകളുടെ വരവോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ഹക്കീം അസ്ഹരിയുടെ പിന്നാലെയുള്ള പ്രവർത്തനത്തോടുകൂടി അത്തരം തെറ്റിദ്ധാരണകളെല്ലാം തിരുത്തപ്പെടുകയും ലോകമെമ്പാടുമുള്ള കാര്യമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പരിപാടി എന്നത് പ്രായോഗിക തലത്തിൽ തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതായി നമ്മുടെ പരിപാടികൾ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. UAE ഗവൺമെന്റ് ഔഖാഫിന്റെ കീഴിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയും ഔദ്യോഗികമായി അച്ചടിച്ച് വിതരണം ചെയ്ത ഖുതുബ നിങ്ങൾക്കൊക്കെ ലഭിക്കും. അത് മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. ഫദിക്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബാഖിൻ ഇലാ യൗമിൽ ഖിയാമഹ വകദാലിക സമഅതു ത്വയ്യിബതു വദിക്റുൽ ഹസൻ തബ്ഖാ ബിഫദ്ലില്ലാഹി അലാ മരി സമൻ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ അതിനു മുമ്പത്തെയും ഖുതുബകൾ മുതഅല്ലിമീങ്ങൾക്കൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണല്ലോ. വളരെ ഗംഭീരമായി അലം നശ്റഹ് സൂറത്തും വദ്ദുഹാ വല്ലൈലി സൂറത്തും ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ച ഗവൺമെന്റിന്റെ ഔഖാഫിന്റെ കീഴിലുള്ള ഖുത്ബ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നും അതിലൊരുപാട് വിഷയങ്ങൾ പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുദ്ധരിച്ചുകൊണ്ട് ജന്മദിനാഘോഷത്തിന് തെളിവ് പറഞ്ഞു. 900 വഫാത്തായി പോയ ഇമാം നാജി റളിയല്ലാഹു അൻഹു അവിടുത്തെ കൻസുർ റാഗിബീൻ എന്ന ഗ്രന്ഥത്തിൽ അതേ ആയത്തുദ്ധരിച്ചുകൊണ്ട് തബറക്കൂ ബി മീലാദിഹി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കൊണ്ട് ബറക്കത്തെടുക്കണം എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അതിന് തെളിവുദ്ധരിച്ചത് ശൈഖുന ഉസ്താദ് അവർ ഉദ്ധരിച്ച അതേ ആയത്ത് തന്നെയാണ്. ഇതുപോലെ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവയിൽ അവിടുന്ന് വളരെയേറെ വിശദീകരിച്ചുകൊണ്ട് ഫലിഹാദൽ യൗമി ബിദാലിക ശറഫുൻ വഫദ്ലുൻ അലൽ അയ്യാം, നബി തങ്ങളുടെ ജന്മദിനത്തിന് പ്രത്യേകമായ ബഹുമാനമുണ്ട് മറ്റു ദിവസങ്ങളെക്കാൾ എന്നെഴുതിയതിനു ശേഷം ലിഅന്ന മൻബഅ മാ നാലഹു കുല്ലുൽ ഖൽഖി മിൻ ജമീഇ തിൽക്കൽ ഖൈറാത്തി കാന ഫീ ദാലികൽ യൗം, ആ ഒരു ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം എന്ന നിലക്ക് തന്നെ അതിന് വലിയ ബഹുമാനവും ആദരവുമുണ്ടെന്ന് രേഖപ്പെടുത്തിയതായി കാണാം. ഉസ്താദ് അവറുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൗലിദ് പരിപാടികൾ നടക്കുന്നു എന്ന് പറഞ്ഞു, മക്കയിലും മദീനയിലും നടക്കുന്നു എന്ന് പറഞ്ഞു. പഴയ കാലത്ത് ഇമാമികൾ ജീവിച്ചിരുന്ന കാലം മക്കയിലാണ് ഏറ്റവും വലിയ ഗംഭീരമായ മൗലിദ് പരിപാടി നടന്നിരുന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ദിഹില ഇബ്നു ജുബൈർ, അതേ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ മഹാൻ രേഖപ്പെടുത്തിയതായി കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലം, ആ സ്ഥലത്തിന് വലിയ ബഹുമാനം നൽകി എല്ലാ റബീഉൽ അവ്വലിലും യുഫ്തഹു ഹാദൽ മൗദിഉൽ മുബാറക് ഫയദ്ഖുലുൻ നാസു കാഫത്തൻ മുതബർരികീന ബിഹി ഫീ ശഹ്രി റബീഉൽ അവ്വൽ വയൗമൽ ഇത്നൈൻ മിൻഹു ലിഅന്നഹു കാന شهر مولد النبي صلى الله عليه وسلم وفي اليوم المذكور ولد صلى الله عليه وسلم وتفتح المواضع المقدسة المذكورة كلها وهو يوم مشهود بمكة دائما കാലാകാലമായി മക്കയിൽ റബീഉൽ അവ്വൽ 12-ന് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം പ്രത്യേകമായി തുറന്ന് ജനങ്ങൾ അവിടെ വരികയും ചെയ്യാറുണ്ടെന്ന് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു ജുബൈർ അദ്ദേഹത്തിന്റെ റിഹലയിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഇത്മാമുൻ നിഅമത്തുൽ കുബ്ര
എന്ന മൗലിദിൽ അവിടെ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു മക്കയിലെ മുദരിസായിരുന്നു. മക്കയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. വലിയ വലിയ പണ്ഡിതന്മാരും അവിടുത്തെ ജഡ്ജിമാരും ഖാദിമാരും അതുപോലെ ഭരണാധികാരികളും എല്ലാം ഒത്തുചേർന്ന് റബീഉൽ അവ്വൽ 12 വിപുലമായ പരിപാടി നടന്നിരുന്നത് വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം. ഞാനിത് പറഞ്ഞു വന്നത് മക്ക മുതൽ മദീന മുതൽ ലോകം മുഴുക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടി. എന്നാൽ നമ്മുടെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ചില മഹല്ലുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കൈക്കലാക്കിയപ്പോ കുറ്റ്യാടി പോലുള്ള ചില സ്ഥലങ്ങളിൽ കുറച്ചു കാലം നബിദിന പരിപാടികൾ നടക്കാതെയായി പോയിരുന്നു. എന്നാൽ അവിടെയെല്ലാം വീണ്ടും നബിദിന പരിപാടികൾ ഭംഗിയായി ഇപ്പോൾ നടക്കുന്നത് പോലെ ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രത്തിൽ നടക്കാത്തതുണ്ടെങ്കിൽ അവിടെയും ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നടക്കാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നാം പ്രതീക്ഷിക്കുകയും അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് എല്ലാ സ്ഥലങ്ങളിലും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് ഇസ്സത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് മർകസു സഖാഫത്തി സുന്നിയുടെയും അതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും അതുപോലെ നമ്മുടെ മറ്റ് സംഘടനകൾ SYSന്റെയും SSFന്റെയും അതുപോലെ സുന്നി ജമീയത്തുൽ മുഅല്ലിമിന്റെയും അതുപോലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും അതുപോലെ SMAയുടെയും നമ്മുടെ സർവ്വ സംഘടനകളുടെയും പ്രവർത്തനരംഗത്ത് നമ്മൾ സജീവമായി ഉണ്ടാകണമെന്നും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ സിറാജ് ദിനപത്രം അതിന്റെ പ്രചരണ രംഗത്തും അതിന്റെ കാര്യത്തിലും നമ്മളെല്ലാം സജീവമായി ഉണ്ടാകണമെന്നും പ്രത്യേകമായി ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കട്ടെ. ശൈഖുനാ ഉസ്താദ് അവറുകൾക്കും റഈസുൽ ഉലമക്കും നമ്മുടെ എല്ലാ നേതാക്കൾക്കും ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും സയ്യിദ് അലി ബാഫഖി തങ്ങളടക്കമുള്ള നമ്മുടെ സയ്യിദന്മാർക്കും അതുപോലെ പൊന്മള ഉസ്താദ് അടക്കമുള്ള നമ്മുടെ കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കുകയും നമ്മുടെ പ്രസ്ഥാനത്തെ ഇനിയും ധാരാളം കാലം മുന്നോട്ട് നയിക്കാൻ ശൈഖുനാ ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.